Good afternoon, dear students. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, കൺവേർജൻസിനെ കുറിച്ചിട്ടായിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് കൺവേർജൻസിനെ. സോ ഇനി പ്രിൻസിപ്പിൾ ഓഫ് കൺവേർജൻസിനെ എങ്ങനെ സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ പ്രൈസിൻ്റെ കൺവേർജൻസിനെ നമ്മളൊരു ഡയഗ്രമിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി. This is a diagram of the convergence, and the x-axis denoted the time and the y-axis denoted the price. And the price denoted the changes in the or increase or decrease in the value of the underlying asset, and the maturity. There is a maturity line there. It depends upon the time. And there ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് അവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ. അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസും ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ. സോ സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെറ്റ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് വിളിക്കുന്നത്. ആൻഡ് വെൻ ആ സ്പോട്ടിലേക്ക് ഫ്യൂച്ചറും സ്പോട്ട് പ്രൈസും എപ്പോഴാണോ ഈക്വലി ദേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ആ ടൈം ഓഫ് പീരീഡിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ലെവൽ അഥവാ കൺവേർജൻസ് ലെവൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ കൺവേർജൻസ് ഓഫ് സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തത് ഈക്വൽ വാല്യൂ ആവുന്നത്, അല്ലെങ്കിൽ ഈ ഫിനോമിനൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്. ഇത് നമുക്കറിയാം, കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ഓഫ് സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ് ടു കം ടുഗദർ because the both prices converges together. The basis shrinks as a future contract approaches expiration. This is known as the following graph. Then price അതുപോലെ തന്നെ ടൈമിൽ the differences of the future price and the spot price, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് വിളിക്കുന്നത്. As the time elapses, the cost of carry would reduce, being directly proportional to the time remaining. കോസ്റ്റ് ഓഫ് ക്യാരി റെഡ്യൂസ് ചെയ്തിട്ട് അത് എന്തിനുള്ള ഒപ്പമായി മാറും, ടൈം പ്രൊപ്പോർഷണൽ ആയിട്ട് മാറും. ദസ് ഓൺ ദ ഡേ ഓഫ് മെച്യൂരിറ്റി ദ കോസ്റ്റ് ഓഫ് ക്യാരി വുഡ് ബി സീറോ. കോസ്റ്റ് ഓഫ് ക്യാരി എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ കമോഡിറ്റി ഫ്യൂച്ചർ കോൺട്രാക്ട് ടു ഹാവ് നെഗറ്റീവ് ബേസിസ് അല്ലേ. സോ പോസിബിലിറ്റി ഉണ്ട്. സോ പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആർബിട്രേജസ് ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ദ ഫ്യൂച്ചർ പ്രൈസിന് ഒരു ടെൻഡൻസി ഉണ്ട് ടെൻ ടു ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും, ആൻഡ് ദ സ്പോട്ട് പ്രൈസ് ഓൾസോ വിൽ ടെൻ ടു ഇൻക്രീസ്. സിമിലർലി ഇപ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിനെക്കാട്ടി താഴെയാണെങ്കിൽ, ഇഫ് ദ ഫ്യൂച്ചർ പ്രൈസ് ഇസ് ലോവർ ദാൻ ദ സ്പോട്ട് പ്രൈസ്, സോ അപ്പോൾ ഒരു ബൈയിങ് ടെൻഡൻസി ഉണ്ട്, ബയർ ആവാൻ, ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും, ദേ വുഡ് ഡെഫിനറ്റ്ലി ബൈ ഫ്യൂച്ചർ കോൺട്രാക്ട് ആൻഡ് ടേക്ക് ദ ഡെലിവറി അല്ലേ. എപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ലോ ആവുമ്പോൾ, സ്പോട്ട് പ്രൈസിനെക്കാട്ടി ഫ്യൂച്ചർ പ്രൈസ് ആണ് ടു ബൈ എ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഫ്യൂച്ചർ പ്രൈസ് ഇസ് ലോവർ ദാൻ ദ സ്പോട്ട് പ്രൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈയിങ് ആൻ അസെറ്റ് വുഡ് ടെം ടു ബൈ ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് ടു ടേക്ക് ദ ഡെലിവറി. So after some time, ഈ future price will tend to increase and spot price will tend to fall. So ഈ ഫ്യൂച്ചർ പ്രൈസിനെ ഈ ഒരു ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ സ്പോട്ട് പ്രൈസ് ടെൻഡ് ടു ഫോൾ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു ബയർ പൊസിഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ക്ലിയർ. സോ അതിന് കാരണം എന്താണ്, ബയർ പൊസിഷനിലേക്ക് ഇവർ മാറാനുള്ള കാരണം എന്താണ്, ബിക്കോസ് ആ ഒരു ഫ്യൂച്ചർ പ്രൈസിൻ്റെ ഡിക്രീസാണ് കാരണം. ദ ഫ്യൂച്ചർ പ്രൈസ് will tend to decrease and the spot price will tend to increase ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, they would buy an asset അല്ലേ, അല്ലെങ്കിൽ ടേക്ക് ഡെലിവറി, ബൈയിങ് ആൻ അസെറ്റ് ആൻഡ് ടു ടേക്ക് ദ ഡെലിവറി. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് അവിടെ ഒക്കൂർ ചെയ്യും ചിലപ്പോൾ. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഒരു പ്രോസസ്സിനെയാണ് ദ പ്രോസസ് ഓഫ് ചേഞ്ചസ് വിൽ കണ്ടിന്യൂ ടിൽ ദ ഡേറ്റ് ഓഫ് ദ എക്സ്പയറേഷൻ. ആൻഡ് എപ്പോൾ വരെ ഈ ഒരു ഇത് തുടർന്നുകൊണ്ടിരിക്കും, വെൻ കൺവേർജൻസ് ഹാപ്പൻ, വെൻ ദ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും ഈക്വലായിട്ട് ക്ലാഷ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് അത്രയും നാളും ഈ ആർബിട്രേജ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. So when the future price is different from spot price, the arbitrage opportunity will assist and this will drive them to a common value. ആ കോമൺ വാല്യൂയിലോട്ട് അവസാനം എത്തുകയും ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവേർജൻസ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. സോ ഓൺ ദ ഡേറ്റ് ഓഫ് എക്സ്പിറേഷൻ ദ ബേസിസ് ബിക്കംസ് സീറോ. ദെൻ കോസ്റ്റ് ഓഫ് ക്യാരി. എന്താണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ ഹോൾഡിംഗ് ഓർ സ്റ്റോറിങ് ആൻ അസെറ്റ് അല്ലെങ്കിൽ ഓർ കറൻസീസ് ഫോർ എ ഫ്യൂച്ചർ പീരീഡ്,
നമ്മളിപ്പോൾ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനും സ്റ്റോർ റൂമിൽ ഒരു കറൻസീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? സം കോസ്റ്റ് വിൽ ബി ഇൻക്ലൂഡ് അല്ലേ? ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാരിയിങ് എന്ന് വിളിക്കുന്നത്. ഫോർ കമ്മോഡിറ്റീസ് കോസ്റ്റ് ഓഫ് ക്യാരി വിൽ ഇൻക്ലൂഡ് വെയർ ഹൗസിംഗ് കോസ്റ്റ്. കമ്മോഡിറ്റീസ് ആണെങ്കിൽ അത് വെയർ ഹൗസിംഗ് കോസ്റ്റും കൂടി വരും. ദാറ്റ് ഈസ് വെയർ ഹൗസിംഗ് കോസ്റ്റ് വരാം, ഇൻഷുറൻസ് എക്സ്പെൻസസ് വരാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരാം, ആൻഡ് ഇൻട്രസ്റ്റ് ലോസ് ഓൺ ഫണ്ട് വരാം. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് കറൻസീസ് ആണെങ്കിൽ എങ്ങനെയൊക്കെയുള്ള കോസ്റ്റുകൾ വരാം? ഇൻട്രസ്റ്റ് ചാർജസ് വരാം, സോ ബോറോയിങ് ക്യാഷ് വരാം. സോ ഇങ്ങനെയൊക്കെയുള്ള കോസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് വിളിക്കുന്നു. സോ വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി? Cost of carry refers to the cost associated with the carrying value of an investment. These costs can include financial costs such as interest cost on bonds, interest expenses on margin accounts, interest on loans, investment in storage cost. Cost of carry may also include opportunity cost associated with taking one position over another in derivative market. So we can say that cost of carry is an important factor for consideration when generating values associated with an asset's future price. Okay, സോ കോസ്റ്റ് ഓഫ് ക്യാരി എന്താണെന്നും കോസ്റ്റ് ഓഫ് ക്യാരിയുടെ എക്സാമ്പിൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടി പറയാം. ഫോർ ഹോൾഡിംഗ് ഓർ സ്റ്റോറിങ് ആൻ അസെറ്റ് ഓർ എ കറൻസീസ് എന്താവട്ടെ ഫോർ എ ഫ്യൂച്ചർ പീരീഡ് സം കോസ്റ്റ് വിൽ ഇൻക്ലൂഡ്. ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാരിയിങ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാരി വിൽ ഇൻക്ലൂഡ് വെയർ ഹൗസിംഗ് കോസ്റ്റ്, ഇൻഷുറൻസ് എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻട്രസ്റ്റ് ലോസ്റ്റ് ഓൺ ഫണ്ട് എക്സെട്ര. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ലൈക്ക് കറൻസീസ് ഒക്കെ ആണെങ്കിലോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിനാൻസിങ് കോസ്റ്റ് ലൈക്ക് ഇൻട്രസ്റ്റ് ചാർജസ് ഒക്കെ. Okay, I hope you will understand the class. If you have any doubts and queries, you can ask me through our WhatsApp group. Okay, thank you all.